പള്ളിക്കൂദാശകാലം 2-ാം ഞായർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 12 1 മുതൽ 8 വരെ. വിചിന്തനം: ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അർത്ഥം ഗ്രഹിച്ചെടുക്കേണ്ട യാഥാർത്ഥ്യം. മനുഷ്യജീവിത യാഥാർത്ഥ്യങ്ങളെ തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടുകൂടെ അഭിമുഖീകരിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു ആദർശയോഗ്യനായ വ്യക്തി എന്ന നിലയിലാണ് ഇന്നത്തെ സുവിശേഷം യേശുവിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യേശു തന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമെന്ന നിലയിൽ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് നടക്കുന്ന സമയം. അങ്ങനെ ഒരു ദിവസം യേശു തന്റെ സഞ്ചാരം ശിഷ്യന്മാരോടൊത്ത് വിളഞ്ഞു നിൽക്കുന്ന ഒരു ഗോതമ്പ് വയലിൽ കൂടെയായി. സുവിശേഷകൻ പ്രത്യേകം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, യേശുവിന്റെ ശിഷ്യന്മാർക്ക് നല്ല വിശപ്പായിരുന്നു ആ സമയത്ത്. യേശുവിനും ക്ഷീണമുണ്ടായി, കാരണം നടക്കുകയല്ലേ. അങ്ങനെ ക്ഷീണിതരായിട്ടുള്ള അവർ വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് വയലിൽ കൂടെ നടക്കുന്നതിനിടയിൽ ഗോതമ്പിന്റെ കതിരുകൾ ചിലത് പറിച്ച് അവർ തിന്നു ശിഷ്യന്മാർ. സുവിശേഷത്തിന്റെ പ്രതിപാദനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവരുടെ സഞ്ചാരം നിരീക്ഷിച്ചുകൊണ്ട് യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു മുന്തിയ ഗണമായ ഫരിസേയ സമൂഹത്തിൽ നിന്നുള്ള ഒരു ചെറു സംഘം അവിടെ നിൽപ്പുണ്ടായിരിക്കണം. അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സംഘം ഇത് കണ്ട് ആകെ പ്രശ്നമായി. പ്രശ്നം ഗുരുതരമായി. ഈ ഗുരുതരമായ പ്രശ്നം യേശുവിന്റെ തന്നെ മുമ്പിലേക്ക് ഈ ഫരീസേയ സംഘം എത്തിക്കുകയാണ്. അവർ യേശുവിന്റെ മുമ്പിൽ ഇങ്ങനെയാണ് അത് അവതരിപ്പിച്ചത്: യഹൂദന്മാരെ സംബന്ധിച്ച് സാബത്ത് നിയമം അലംഘനീയമായിട്ട് പാലിക്കപ്പെടേണ്ട ദൈവിക നിയമമാണെന്ന് താങ്കൾക്ക് അറിഞ്ഞൂടെ? താങ്കളും ഒരു യഹൂദനല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് താങ്കളുടെ ശിഷ്യന്മാർ സാബത്ത് നിയമം തെറ്റിക്കാൻ ഇടവരുന്നു? താങ്കൾ അതിന് കൂട്ടുനിൽക്കുന്നു. എന്താണ് താങ്കളുടെ നിലപാട് എന്ന് നിങ്ങൾക്കറിയണം. ഈ രീതിയിലായിരുന്നു ആ പ്രശ്നം ഗുരുതരമാക്കിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിന്ത വരുന്നത്, ഉടമസ്ഥതയില്ലാത്ത ആ ഗോതമ്പിന്റെ കതിര് പറിച്ചു തിന്നതായിരിക്കുമോ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം? അവരുടേതല്ലാത്ത വയലിൽ നിന്ന് കതിര് പറിച്ചു. ഇതാണോ പ്രശ്നം? ഇതാണ് നമ്മുടെ വലിയ ഒരു തെറ്റായിട്ട് തോന്നുന്നത്. അവിടെയല്ല തെറ്റ്. ഇത് യഹൂദന്മാരെ സംബന്ധിച്ചോ ഫരിസേയരെ സംബന്ധിച്ചോ തെറ്റല്ല. ഈ യേശുവിന്റെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞവർക്കും ഇതൊരു തെറ്റല്ല. അവിടെയല്ല പ്രശ്നം കിടക്കുന്നത്. അതൊരു നാട്ടു നടപ്പാണെന്നേ. അത് അവരും ചെയ്യുന്ന കാര്യങ്ങളാ. അതുകൊണ്ട് കതിര് പറിച്ചു തിന്നു സ്വന്തം അല്ലാത്ത വയലിൽ നിന്ന്, ഇതല്ല അതിന്റെ തെറ്റ്. തെറ്റിന്റെ ഗൗരവം ഇരിക്കുന്നത്, സാബത്ത് നിയമം ഗൗരവമായ രീതിയിൽ 3 തരത്തിലെങ്കിലും ലംഘിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഇതിന്റെ തെറ്റ്. നമുക്ക് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ ഇതിന്റെ ഗൗരവം ഇരിക്കുന്നത്? സാബത്ത് നിയമം ദൈവം തന്നിട്ടുള്ള നിയമമാണ്. അവിടെ ആ ദിവസം കൊയ്ത്ത് പാടില്ല, മെതി പാടില്ല, വലിയ ഭക്ഷണം പാകം ചെയ്യലും പാടില്ല. ഇതിന്റെയൊക്കെ വാങ്ങല് കത്തോലിക്ക സഭയിൽ പോലും 2-ാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് പഴമക്കാർ ഓർക്കുന്നുണ്ടാകാം. ഇവിടെ അതിന് കൊയ്തില്ലല്ലോ, മെതിച്ചില്ലല്ലോ, ഭക്ഷണം പാകം ചെയ്തില്ലല്ലോ. സാധാരണക്കാരുടെ തലയിൽ അങ്ങനെയാ ചിന്ത വരണത്. നിയമത്തിന്റെ വ്യാഖ്യാനം പോയത് ഇങ്ങനെയാ. കതിര് പറിച്ചു എന്നുള്ളത് കൊയ്ത്തിന് തുല്യമാണ്. സാബത്ത് തെറ്റിച്ചു. ആ പറിച്ച കതിര് ഉള്ളംകൈയിലിട്ട് അത് തിരുമ്മിയെന്ന് ഉമി കളഞ്ഞു എന്നുള്ളത് മെതിയാണ്. പ്രശ്നം ഗുരുതരം. ആ ഉമി കളഞ്ഞിട്ടുള്ള ഗോതമ്പിന്റെ മണി വായിലിട്ട് കടിച്ച് അത് തിന്നു എന്നുള്ളത് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് തുല്യം. ഗൗരവതരം പ്രശ്നം. എവിടെയാണ് ഇതിന്റെ പ്രശ്നം? ഈ പ്രശ്നം യേശുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോ യേശുവിന് ക്ഷണനേരം കൊണ്ടത് മനസ്സിലായി. യേശു യഥാർത്ഥത്തിൽ അത് ശ്രദ്ധിക്കുകയാണ്. ശ്രദ്ധിച്ചിട്ട് വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് അവരെ സമീപിക്കുന്നതായിട്ട് നാം കാണുന്നത്. യേശു അവരോടായിട്ട് പറയുന്നു, സുഹൃത്തുക്കളെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്.
യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം സാബത്ത് നിയമം അലംഘനീയമായിട്ട് പാലിക്കപ്പെടേണ്ട നിയമം തന്നെ. യഹൂദന്മാരെ തിരഞ്ഞെടുത്ത ജനമാണ് ദൈവത്തിന്റെ, സ്വന്തം ജനമായിട്ട് തിരഞ്ഞെടുത്തതാണ്. ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ട ജനമാണത്. അടിമത്തത്തിൽ നിന്ന് എല്ലാ തരത്തിലും അത്ഭുതകരമായ രീതിയിൽ അവരെ സംരക്ഷിച്ചു പോരുന്നതാണ്. ദൈവത്തിന്റെ സ്വന്തം ജനമാണ് യഹൂദ ജനത, ശരിയാണത്. ആ സ്വന്തം ജനം തങ്ങളുടെ എല്ലാമായിരിക്കുന്ന സർവശക്തനായ കർത്താവായ ദൈവത്തെ മറക്കാതിരിക്കാൻ ഇടവരണം. അവരുടെ ദൈവമായ കർത്താവിനെ അവർ സ്മരിക്കുക എന്നുള്ളത് ആ ജനത്തിന്റെ കടമയാണ്. ആ കടമ അവരെ നിറവേറ്റാൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി ദൈവം അവർക്കായിട്ട് നൽകിയതാണ് ആഴ്ചയിൽ ഒരു ദിവസം. അവര് ദൈവത്തെ സ്മരിക്കുന്നതിനും ദൈവിക കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനും വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുക എന്നുള്ളത് അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. തീർച്ചയായിട്ടും അലംഘനീയമായിട്ട് പാലിക്കപ്പെടേണ്ടത്. പക്ഷെ നിങ്ങൾ എന്തിനു വേണ്ടി ദൈവം ഈ കൽപ്പന ദൈവജനമാകുന്ന ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകിയോ, അതിന്റെ ഉദ്ദേശം നിങ്ങൾ സമൂലം തെറ്റിച്ചിരിക്കുന്നു. മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി, മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി, മനുഷ്യന്റെ കടമകൾ നിർവഹിക്കാൻ വേണ്ടി, മനുഷ്യന്റെ സഹായം എന്ന രീതിയിലാണ് ആഴ്ചയിൽ ഒരു ദിവസം ദൈവം ഈ കൽപ്പന എന്ന രീതിയിൽ നിർദ്ദേശം ജനങ്ങൾക്ക് കൊടുത്തത്. സാധാരണ ജനങ്ങളെ കുടുംബ പ്രശ്നങ്ങളും ജീവിത ക്ലേശങ്ങളുടെ ഭാരങ്ങളും ഏറ്റ് ജീവിതത്തിന്റെ ബദ്ധപ്പാടിൽപ്പെട്ട് ജീവിക്കുന്ന അവസരത്തില് അവർ ചിലപ്പോൾ അവരുടെ കടമകൾ മറന്നു പോകാനിടയുണ്ട്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരെ അവരുടെ കടമകൾ മറന്നു പോകാതെ അവരെ സഹായിക്കാൻ വേണ്ടി കൊടുത്ത നിയമമാണ് സാബത്ത് നിയമം. പക്ഷേ പിന്നീട് വന്ന നിയമപണ്ഡിതന്മാര് അതിൽ വ്യാഖ്യാനങ്ങളും ഉപവ്യാഖ്യാനങ്ങളും ഉണ്ടാക്കി. ഇന്നിതാ 600-ലേറെ വകുപ്പുകളും ഉപവകുപ്പുകളുമായിട്ട് വലിയൊരു നിയമസംഹിത തന്നെ ഈ സാബത്ത് നിയമത്തിന്റെ വ്യാഖ്യാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വരൂപിച്ചിരിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന നിയമത്തിന്റെ സത്ത, അതിന്റെ അർത്ഥം, അതിന്റെ ചൈതന്യം തീരെ മറന്ന് വെറും യാന്ത്രികമായിട്ടും അനുഷ്ഠാനപരമായിട്ടും നിങ്ങൾ അത് വ്യാഖ്യാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു. യേശു വീണ്ടും അവരോടായിട്ട് പറയുകയാണ്, നിങ്ങൾ അംഗീകരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു സംഭവം യേശു അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. കാഴ്ചയപ്പം സമർപ്പിക്കുന്ന ഒരു പതിവുണ്ട് യഹൂദന്മാരുടെ ഇടയിൽ. അവർ പലായന നാളുകളിൽ അത്ഭുതകരമായ രീതിയിൽ അവരെ തീറ്റിപ്പോറ്റുന്നതിനു വേണ്ടി മന്ന പേയിപ്പിച്ചു കൊടുത്ത് അവരെ സംരക്ഷിച്ചു പോകുന്നതിന്റെ സ്മരണ പുരുഷാന്തരങ്ങളിൽ കൂടെ അത് അനുവർത്തിക്കപ്പെട്ടു പോരുന്നതിന്റെ പ്രതീകമെന്ന നിലയിൽ കൂടെ ദേവാലയത്തിൽ കാഴ്ചയപ്പം സമർപ്പിക്കുന്ന ഒരു പതിവ് യഹൂദന്മാരുടെ ഇടയിലുണ്ട്. ഇങ്ങനെ സമർപ്പിക്കപ്പെട്ട കാഴ്ചയപ്പം ഒരു വിശ്വാസിക്കും അത് കൈകാര്യം ചെയ്യാൻ അനുവാദമില്ല. ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന അനുവാദമുള്ളതാണ് കാഴ്ചയപ്പം സമർപ്പിക്കപ്പെട്ടതിന് ശേഷം. അങ്ങനെയിരിക്കെ ഒരിക്കൽ ദാവീദ്, പുരോഹിതനല്ലാത്ത ദാവീദ്, തന്റെ ശിഷ്യന്മാരുമായിട്ട് ദേവാലയം സന്ദർശിക്കാൻ ഇടവന്നപ്പോ, സത്യത്തിൽ പറഞ്ഞാൽ ഇന്ന് എന്റെ ശിഷ്യന്മാര് വിശക്കുന്നുവെന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന രീതിയിലുള്ള ആ സ്ഥിതിവിശേഷമായിരുന്നു എന്ന് വരികിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, രാജാവായിട്ടുള്ള ദാവീദിന്റെ ശിഷ്യന്മാർക്കും അന്ന് വിശപ്പുണ്ടായിരുന്നു. ദാവീദിന് ഉൾപ്പെടെ വിശപ്പുണ്ടായിരുന്നു. ആ വിശന്നിരിക്കുന്ന സമയത്ത് ദേവാലയം സന്ദർശിക്കുന്ന ആ വേളയിൽ അവർക്ക് ഭക്ഷണം വേറെയൊന്നും ലഭിക്കാനിടയില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ പുരോഹിതന്മാർക്ക് മാത്രം അർഹതമായിരുന്ന ആ വലിയ അപ്പം ദാവീദും ദാവീദിന്റെ ശിഷ്യന്മാരും ഭക്ഷിക്കാൻ ഇടവന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ദാവീദിനെ കൂട്ടുനിന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ദാവീദ് സാബത്ത് നിയമം തെറ്റിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത്? ദാവീദ് സാബത്ത് നിയമം അന്ന് തെറ്റിച്ചില്ല എന്ന് വരികിൽ
എങ്ങനെ എന്റെ ശിഷ്യന്മാർ ഇന്ന് സാബത്ത് നിയമം തെറ്റിച്ചതായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കാൻ സാധിക്കും? യേശു വീണ്ടും അവരോടായിട്ട് പറയുന്നു, ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് സാബത്ത് ദിനത്തിലാണ് പുരോഹിതന്മാര്. അന്നാണ് പ്രാർത്ഥനകളും ബലികളും കൂടുതൽ ദേവാലയത്തിൽ അർപ്പിക്കുക. ജോലി ചെയ്യരുത് എന്നാണ് സാബത്തിന്റെ നിയമം. ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന പുരോഹിതന്മാര് ആ ജോലി ശാപത്തിന്റെ ലംഘനമായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അവർ ശാപത്തിൽ നിന്ന് വിമുക്തരാണ്. എന്തുകൊണ്ട് ആ വിമുക്തി എന്റെ ശിഷ്യന്മാർ നൽകിക്കൂടാ? ആ ദേവാലയത്തെക്കാൾ ഉന്നതമായിട്ടുള്ള വ്യക്തിയാണ് ഞാനെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാത്തതിന്റെ അടിസ്ഥാനത്തിലല്ലേ നിങ്ങൾ ആ തരത്തിൽ വ്യാഖ്യാനം നടത്താത്തത്? മറ്റൊരവസരത്തിൽ യേശു പറയുന്നു, നിങ്ങൾ വ്യാഖ്യാനിച്ച് ജീവിതത്തിൽ മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സർവശക്തനായ ദൈവം തന്ന നിയമം മനുഷ്യന് വലിയ ഭാരമായിട്ട് മാറ്റുന്നു. പക്ഷെ ആ ഭാരം എടുക്കാൻ നിങ്ങൾ തയ്യാറില്ല. നിയമം വ്യാഖ്യാനിക്കുന്നവരായ നിങ്ങൾ തയ്യാറില്ല. നിങ്ങളുടെ വളർത്തുമൃഗങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം, കാളയാകട്ടെ, പശുവാകട്ടെ, കുതിരയാകട്ടെ, കഴുതയാകട്ടെ, എന്തെങ്കിലും രോഗങ്ങളോ ഏതെങ്കിലും കിണറ്റിലോ പൊട്ടക്കിണറ്റിലോ വീണാൽ നിങ്ങൾ ആ കാളയെ രക്ഷിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യും. അത് സാബത്ത് ദിനമായാലും നിങ്ങൾ നോക്കിയിരിക്കില്ല. കാള ചത്തുപോകട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് സാബത്ത് നിയമമില്ല അല്ലേ? ഈ നിരപരാധികളായിട്ടുള്ള എന്റെ ശിഷ്യന്മാർ, അവർക്ക് വിശന്നപ്പോ അവർ നടന്നിരുന്ന ഈ വയലിൽ നിന്ന് ഏതാനും ഗോതമ്പിന്റെ കതിരുകൾ പറിച്ചു തന്നത് സാബതത്തിന്റെ ലംഘനമായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു. കപടഭക്തരെ! യേശു അവരോട് വീണ്ടും വളരെ വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ട് അവരെ അഭിമുഖീകരിക്കുകയാണ്. യേശു പറയുന്നു, വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ബലിയല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്, കരുണയാണ്. ഇത് ഇവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് യേശു പറയുന്നു, സർവ നിയമത്തിന്റെ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് അർപ്പിക്കുന്ന ബലിയർപ്പണമാണ് ഏറ്റവും വലിയ പുണ്യം, ഏറ്റവും വലിയ ആരാധന. അങ്ങനെ അർപ്പിതമാകുന്ന ബലിയർപ്പണത്തെക്കാൾ കൂടുതൽ ശ്രദ്ധകരമായിട്ടുള്ളത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് മനുഷ്യോചിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്, മനുഷ്യത്വപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്, കരുണയോടുകൂടിയുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് ദൈവത്തിന് കൂടുതൽ ഇഷ്ടകരമായിരിക്കുന്നത് എന്നുള്ള സത്യം യേശു അവരെ പഠിപ്പിക്കുകയാണ്. ഈ സത്യം നാം ഗ്രഹിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും വലിയ പ്രാർത്ഥനയാകുന്ന ബലിയേക്കാൾ ഇഷ്ടപ്പെടുന്നത് ദൈവത്തിന് മനുഷ്യോചിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഈ ബലിയർപ്പണത്തിന്റെ അടിസ്ഥാനത്തില് മനുഷ്യൻ കൂടുതൽ മനുഷ്യത്വത്തിലേക്ക് വളരാൻ ഇടവരുന്നില്ലെങ്കിൽ ആ ബലിയർപ്പണം ശുഷ്കമാണ്. ആ ബലിയർപ്പണം യാന്ത്രികമായിട്ട് നടത്തുന്ന അനുഷ്ഠാനം മാത്രമാകുന്നു എന്ന സത്യം യേശു അവരെ പഠിപ്പിക്കുകയാണ്. പഠിച്ചെടുക്കേണ്ടവർ നമ്മളും കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഇന്നേ ദിവസത്തിന്റെ സുവിശേഷത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ ഇടവരട്ടെ നമുക്കും.